നിങ്ങൾക്ക് പറയണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പറയണം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ തന്നെ നോക്കുക. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സീരീസ് തന്നെ പ്രവാചകന്റെ ഉത്തമ മാതൃകകൾ എന്നും പറഞ്ഞിട്ട് ഒരു 20 ഭാഗം ആയിട്ടുണ്ട്. ഓരോരോ പ്രവാചകന്റെ മാതൃക എടുത്ത് വെച്ചിട്ട് 10-20 മിനിറ്റ് വീഡിയോ, അതിന്റെ ഓരോ തെളിവുകൾ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും എല്ലാം എടുത്ത് കാണിച്ചിട്ട് എന്തായിരുന്നു പ്രവാചകൻ, എങ്ങനെയാണ് പ്രവാചകന്റെ ഉത്തമ മാതൃക എന്ന് കാണിക്കുന്ന വീഡിയോകളുണ്ട്. അത് കാണാം. അതുകൂടാതെ ഇതുപോലെ വിമർശിക്കുന്ന ഒരാളാണ് ഈ കൊടിത്തോട്ടം എന്ന് പറഞ്ഞൊരു പ്രസംഗി, അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞ് വെള്ളയിട്ട ഒരു വെള്ള ലോഹ ഇട്ട ഒരു പാസ്റ്റർ. അയാളുടെ ക്രിസ്ത്യാനിറ്റി കുറിച്ച് എന്തെങ്കിലും ഈസാ മുഹമ്മദ് എപ്പോഴും അദ്ദേഹത്തിനോട് ഈ ക്രിസ്ത്യൻ ഡോക്ടറിനെ കുറിച്ച് ചോദിക്കും. നമ്മൾ ചോദിക്കുന്നത് മുഹമ്മദ് ഈസ ചോദിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലെ ബേസിക് പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ ദൈവ സംഹിതയിലുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ പൗലോസ് കാണിച്ച പ്രശ്നങ്ങൾ, ബൈബിളിലുള്ള ആത്മീയമായ പ്രശ്നങ്ങൾ, അതിനെ അഡ്രസ് ചെയ്ത് ഈ മുഹമ്മദ് ഈസ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഉത്തരവില്ല. ഈ ക്രിസ്ത്യാനികൾക്ക് ഉത്തരവില്ലാത്തപ്പോൾ അവർ കണ്ടുപിടിച്ച മാർഗം പ്രവാചകനെ അറ്റാക്ക് ചെയ്യുക. അതാണ് ഈ ക്രിസ്തംഗികൾ എന്ന് പറയുന്നത്. ക്രിസ്തംഗികൾ അല്ലെങ്കിൽ ഈ അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ഇതുപോലെ ലിയാഖത്തിൽ ഈ എക്സ് മുസ്ലിം പോലുള്ള മറ്റൊരു ഗ്രൂപ്പാണ് ഇസ്ലാമിനെ അറ്റാക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ കാരണം അവരുടെ മതം കുറച്ച് നാളത്തേക്ക് ഇവിടെ നടന്ന് ആ ബൈബിളിലെ വൈരുദ്ധ്യങ്ങളും യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ഈസാ നബി അവർ എത്രത്തോളം മോശമായിട്ട് അവർ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നു, അതിന്റെ ദൈവസങ്കല്പം അതിനകത്തുള്ള തെറ്റാണ്. ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ വേറെ ഒന്നും അവരെ കുറിച്ച് മോശമായിട്ടെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിട്ട് അവരൊന്ന് ഒരുപാട് പേരും ഇസ്ലാമിലോട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്കിപ്പോൾ പ്രതിരോധിച്ചേ പറ്റും. അപ്പം ഞങ്ങൾ ക്രിസ്ത്യൻ പ്രതിരോധകർ അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് അല്ലെങ്കിൽ അപ്പോളജറ്റിക്സ് എന്നും പറഞ്ഞിട്ട് വന്ന് ചെയ്തത് ഇതിന് മറുപടി പറയാന്നുള്ളതല്ല, പ്രവാചകനെ തെറി വിളിക്കുക എന്നുള്ളത്. അങ്ങനെ തെറി വിളിച്ച ഒരു ആളാണ് ഈ അനിൽ കൊടിത്തോട്ടം. അതിനകത്ത് അയാൾ ചോദിച്ചു, നിങ്ങൾ പ്രവചനം, അത് ഒരു സംവാദത്തിൽ KK നൗഷാദായിട്ട് നടന്ന ഒരു സംവാദത്തിൽ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ്. ആ സംവാദത്തിന്റെ തലക്കെട്ടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയും നിങ്ങൾ പ്രവാചകന്റെ ഒരു 5 മാതൃക കാണിക്കുന്നു. ആ സ്റ്റേജിൽ വെച്ച് ആ ടോപ്പിക്കേ അല്ല. അപ്പൊ ശരി നമുക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ സീരീസാണ്. അതിനകത്ത് ഒരു സീരീസ് ഞാൻ പറയാൻ കാരണം, ഒരു സീരീസ് 3 വിഷയങ്ങളിൽ എങ്ങനെയായിരുന്നു യേശു, എങ്ങനെയായിരുന്നു മുഹമ്മദ്, അത് മാത്രമാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇലിയാഖത്തിൽ എപ്പോഴും പറയാനുള്ള 3 വിഷയങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിന് ഓരോ പറയുന്ന ആരോപണങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മറുപടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ പൊതുവെ സ്ത്രീകളുടെ അടുത്ത് എങ്ങനെയായിരുന്നു പ്രവാചകൻ പെരുമാറിയിരുന്നത്, ആരാണ് ഉത്തമ മാതൃക എന്നുള്ളൊരു ടൈറ്റിലിൽ നമ്മൾ പ്രവാചകൻ ഉത്തമ എന്നുള്ള 2ാമത്തെ 3ാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് യേശുവിന് ക്രിസ്ത്യനികൾക്ക് മറുപടിക്കായിട്ടാണ് യേശുവിനെ കൊണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെയും എടുക്കാറില്ല, വേറെ അങ്ങനെ മറ്റു പദങ്ങൾ നമ്മൾ വിമർശിക്കാറില്ല. ഇവർ യേശുവിനെ കമ്പയർ ചെയ്ത് നമ്മുടെ അടുത്ത് വരുന്നതുകൊണ്ടാണ് സ്ത്രീകളോട് യേശു എന്തെല്ലാം പെരുമാറി, പ്രവാചകൻ എന്തെല്ലാം പെരുമാറി, ഇതിനകത്ത് ആരെല്ലാം മാതൃക ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ വൃത്തികെട്ട ഈ ആരോപണങ്ങൾ വെക്കുന്ന ലിയാഖത്തിൽ പോലെ ആൾക്കാർ പ്രവാചകന് നേരെ തൊടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. അതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒറ്റ ലൈൻ മാത്രം പറയാൻ മറുപടിയായിട്ട്, നിങ്ങൾ പറയുന്ന കണക്കാണ് പ്രവാചകൻ എന്നെങ്കിൽ അന്നത്തെ ആൾക്കാർ കളഞ്ഞിട്ട് പോകാൻ അത്രേ ഉള്ളൂ. അന്നത്തെ ആൾക്കാർ ആ കാരണം പറഞ്ഞ് തന്നെ തള്ളിയാൽ എന്താണ് ഇങ്ങനത്തെ മോശമായ സ്വഭാവം എന്നുള്ളത്. അങ്ങനെ ഇല്ല എന്നുള്ളതാണ് അവർ തല്ലിയില്ല എന്നുള്ള വലിയ തെളിവ്. വേറെ പല ആരോപണം നടത്തി, എന്താണ് അദ്ദേഹത്തിന് മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്നത്, ഇങ്ങനെല്ലാം അവർ പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ശൈത്താനാണ് അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം പറഞ്ഞു. ക്യാരക്ടറിൽ ഒരാൾ പോലും ചോദ്യം ചെയ്തില്ല. ഭാര്യമാരുണ്ടായിരുന്നു, അവരാരും തന്നെ അവർ തമ്മിൽ ഭാര്യമാർ തർക്കങ്ങളുണ്ടായിരുന്നു, എല്ലാം ചെയ്തു. പ്രവാചകന്റെ ക്യാരക്ടറിനെ കുറിച്ച് അവരാരും മോശം പറഞ്ഞിട്ടില്ല. ഒരുപാട് തെളിവുകൾ അതിനകത്തുണ്ട്. ആഹാരം അവർക്ക് വേണ്ടിയ ആഹാരങ്ങൾ കൂടുതൽ വേണം, സൗകര്യങ്ങൾ കൂടുതൽ വേണം എന്ന് പ്രവാചകന്റെ അടുത്ത് ചോദിച്ച് തർക്കിച്ചു, വഴക്കുണ്ടാക്കി. അതെല്ലാം ചെയ്തു. എങ്കിലും ക്യാരക്ടറിൽ അവസാനം വരെ ആരും ഒരു പോയിന്റ് പോലും പറഞ്ഞില്ല. അവർക്ക് ഡൈവേഴ്സ് ചെയ്തു പോകാനുള്ള ഓപ്ഷൻ ഖുറാനിൽ തന്നെ അല്ലാഹു പറഞ്ഞു. നിങ്ങൾക്ക് സക്കാത്ത് പോലെയുള്ള കൂടുതൽ പ്രൊവിഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഡൈവേഴ്സ് വാങ്ങിച്ചിട്ട് പോകാൻ. ഒരാളും പോയില്ല. അപ്പം നിങ്ങൾ എന്തെല്ലാം ഇനി ഇവർ ഇങ്ങനെയുള്ള മോശമുള്ള ആർഗ്യുമെന്റ്സ് ഇലിയാഖത്തിലെ പോലെ ആൾക്കാർ പ്രവാചകനെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ഇത് മാത്രം ഓർക്കുക. അന്നത്തെ ആൾക്കാർ റിജക്ട് ചെയ്തതിനെ സ്വന്തം ഭാര്യ, എന്തായാലും 1500 വർഷത്തിന് ഇപ്പുറം ഇവർ ചെയ്യുന്നതിനപ്പുറം ചെയ്യുന്ന ആരോപണക്കാട് കൂടുതൽ അവർ പറയേണ്ടല്ലായിരുന്നു. ആ എതിരാളികളുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ മാത്രമല്ല, യൂതന്മാരുണ്ടായിരുന്നു, ഖുറൈശികളുണ്ടായിരുന്നു. അവരാരും തന്നെ ഒരു പോയിന്റ്, ഒരു ചെറിയ ബ്ലാക്ക് ഡോട്ട് പോലും പ്രവാചകന്റെ പുറത്ത് കാണിച്ചിട്ടില്ല. ഇവരിവിടെ ഇരുന്നുകൊണ്ട് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയാണ് ഇലിയാഖത്തിലേക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ ഡെയിലി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലും വിമർശിക്കുക, അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ എടുക്കും, അവർക്ക് വരുമാനം കിട്ടും. അതുകൊണ്ട് പല ഹിഡൻ അജണ്ടകൾ അവർക്ക് കാണും. അത് ചെന്നത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ. പിന്നെ അതിനകത്ത് പറയുന്നത്